നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ മേലുള്ള തവക്കുലുണ്ടോ അത്രത്തോളം നമ്മൾ എന്തായിരിക്കും ശക്തരായിരിക്കും എന്നാണ്. സൂറത്ത് ഹൂദിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞായിട്ട് നമുക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കവിതയാണ്, ഇദാ ലം യകുൻ ഔനുൻ മിൻ അല്ലാഹി ലിൽ ഫത, അള്ളാഹുവിന്റെ സഹായം ഒരു അടിമക്കില്ല എങ്കിൽ, അല്ലെങ്കിൽ ഒരു യുവാവിനില്ല എങ്കിൽ, ഫഅവ്വലു മാ യജ്നി അലൈഹി ഇജ്തിഹാദുഹു, അവന്റെ പരിശ്രമം, അവൻ നല്ലതിനായിരിക്കും പരിശ്രമിക്കുന്നുണ്ടാവുക, അത് തന്നെ അവന് എതിരായി തീരും. അള്ളാഹിന്റെ തൗഫീഖ് ഇല്ലെങ്കിൽ, അള്ളാഹുവിന്റെ സഹായം ഇല്ലെങ്കിൽ, സബബുകൾ എന്ത് ചെയ്യും, ചിലപ്പോൾ നമുക്ക് എതിരാകും. ഉദാഹരണമായിട്ട് ഒരാൾ കച്ചവടം തുടങ്ങുന്നു, അയാൾ എന്തിനു വേണ്ടി കച്ചവടം തുടങ്ങുന്നത്? അതിലൂടെ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ചിലപ്പോൾ അതിലൂടെ ആയിരിക്കും അവൻ എന്താകുന്നുണ്ടാവുക, പാപ്പരായി തീരുന്നുണ്ടാവുക, നേരത്തെയുള്ള അവസ്ഥേനേക്കാളും താഴെ പോകുന്നുണ്ടാവുക. അള്ളാഹുവിന്റെ തൗഫീഖ് വേണം. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള എന്ത് വേണ്ടതുണ്ട്, തവക്കുൽ വേണ്ടതുണ്ട്. എല്ലാ കാര്യത്തിലും തവക്കുൽ ഉണ്ടായാൽ മാത്രമാണ് അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കുള്ളൂ. അത് സൂറത്തുൽ ഫാത്തിഹയിൽ നമ്മൾ പഠിച്ചതാണ്. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അത് ഉബൂദിയ്യത്ത് എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. അതിനെന്ത് വേണ്ടതുണ്ട്? വ ഇയ്യാക നസ്തഈൻ, ഇസ്തിആനത്ത് വേണ്ടതുണ്ട്, അതുപോലെ തന്നെ തവക്കുൽ വേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതാണ് സിർറുൽ ഖുർആൻ എന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ഖൈർ നേടിയെടുക്കാനോ അതുപോലെ തന്നെ ഒരു ഷർറ് തടയാനോ നമ്മെ സംബന്ധിച്ചിടത്തോളം ആത്യന്തികമായിട്ട് നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്.